ഒരു ആക്സിഡന്റ് ആയിരുന്നു. ആക്സിഡന്റ് കഴിഞ്ഞ് മെഡിക്കൽ കോളേജിൽ പോയിട്ട് അവിടുന്ന് ഓപ്പറേഷൻ കൺഫേം ചെയ്തപ്പോൾ ഓപ്പറേഷന് വേണ്ടി ഇവിടെ വരുമായിരുന്നു. ഇവിടെ വരാനുള്ള കാരണം എന്താ? ഇവിടെ വരാനുള്ള കാരണം അങ്ങനെ പേഴ്സണലി വേറെ റീസൺസ് ഒന്നുമില്ല. നമ്മൾ ഇവിടെ അടുത്ത് എൻ്റെ വീട് പീരുമേടാണ്. അപ്പം കേട്ടടുത്തോളം അടുത്തുള്ള ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഇച്ചിരി നല്ല ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് നെറ്റ്വെൻസ് തന്നെയാണ്. ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പറയാറുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഇവിടെയും വരുന്നത്. അങ്ങനെ ഒരു ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടാണ്. അപ്പൊ മുഖത്ത് കുറെ അധികം എല്ലുകൾ ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു, വാ തുറക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പം വന്ന ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് ഇപ്പൊ ഏകദേശം ഒരാഴ്ചയാവുന്നു അല്ലേ? അപ്പം വന്നതിന്റെ മെയിൻ കംപ്ലൈന്റ് വാ തുറക്കാനൊക്കെ ഇപ്പൊ പറ്റുന്നുണ്ടോ? ഉണ്ട്. മുഖത്തിന്റെ ഷേപ്പ് ഒക്കെ ഏകദേശം തിരിച്ചു വന്നായിട്ട് തോന്നുന്നുണ്ട്. സർജറി ചെയ്തപ്പോ മുഖത്ത് ചുറ്റും 5 പ്ലേറ്റ് നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പൊ 5 പ്ലേറ്റ് വെച്ചതെന്ന് തിരിച്ചറിയുന്നുണ്ടോ? ഇല്ല, എനിക്കത് വീട്ടിലായാലും ആൾക്കാരുടെ അടുത്ത് പറയുമ്പോൾ അവര് വിശ്വസിക്കുന്നില്ല. 5 പ്ലേറ്റ് ഉള്ളത് തന്നെ എങ്ങനെ വെച്ചെന്നുള്ളതാണ് അവര് ചോദിക്കുന്നത്. ഓക്കെ, ട്രീറ്റ്മെന്റ് ചാർജും കാര്യങ്ങളൊക്കെ പുറത്തെ ഹോസ്പിറ്റലിൽ കമ്പയർ ചെയ്യുമ്പോഴത്തേനും ഇവിടെ എങ്ങനെ ഉണ്ടായിരുന്നു? അത് എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ കുറവായിരുന്നു. എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ വളരെ കുറവായിരുന്നു? അതോ കുറവായിരുന്നു? വളരെ കുറവായിരുന്നു. പിന്നെ എൻ്റെ അവസ്ഥ പറഞ്ഞപ്പോൾ നെഗോഷ്യബിൾ ആയിരുന്നു കുറച്ചും കൂടെ. അതായിരുന്നു കുറച്ചും കൂടെ നല്ലത്. അപ്പൊ ഓവറോൾ മുഖത്തിന്റെ ഷേപ്പ് ഒക്കെ പഴയ പോലെ തന്നെ തിരിച്ചു വന്നു. ട്രീറ്റ്മെന്റിൽ സാറ്റിസ്ഫൈഡ് ആണ്? തീർച്ചയായിട്ടും 100%. പിന്നെ ICUല് ഓപ്പറേഷൻ തിയേറ്ററിലുള്ള ICUല് അവിടെ എന്നെ നോക്കിയിരുന്ന ഡ്യൂട്ടിയിലിരുന്ന് 4 സിസ്റ്റേഴ്സ് നല്ല രീതിയിൽ തന്നെ നോക്കി. പ്രത്യേകിച്ച് ഞാൻ തിരിച്ച് ഇറങ്ങി പോകുമ്പോൾ അവരെ നോക്കി ഒന്ന് താങ്ക് യു പറയുന്നൊക്കെ ഉണ്ടായിരുന്നു. കാണാൻ പറ്റിയില്ല. പക്ഷെ എന്നാലും പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ നല്ല ട്രീറ്റ്മെന്റ് ആയിരുന്നു. സിസ്റ്റേഴ്സ് ആയാലും പിന്നെ പേഴ്സണൽ കെയർ എടുത്ത് നോക്കുമായിരുന്നു. ഓവറോൾ സാറ്റിസ്ഫൈഡ് ആണ് അല്ലേ?